guys, welcome to CMA Corner. Today we are going to discuss about ethics. ലോ ആൻഡ് എത്തിക്സ് പേപ്പറിലെ ഏറ്റവും ലാസ്റ്റ് പോർഷനാണ് എത്തിക്സ്. എല്ലാ പ്രാവശ്യവും ഏകദേശം 15 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചെറിയ പോർഷനിൽ നിന്ന് ചോദിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കും. ബാക്കിയുള്ളതെല്ലാം ജസ്റ്റ് റീഡ് ചെയ്താൽ മാത്രം മതി. അത് നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ നമുക്ക് തുടങ്ങാം. First, ethics meaning, importance, nature and relevance to the business. ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ എത്തിക്സ് എന്താണ്, എത്തിക്സിൻ്റെ മീനിങ് എന്താണ് എന്നാണ് നോക്കേണ്ടത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എത്തിക്സ് ഈസ് എ സെറ്റ് ഓഫ് റൂൾ ദാറ്റ് ഡിഫൈൻ റൈറ്റ് ആൻഡ് റോങ് കണ്ടക്ട്. എത്തിക്സ് മീൻസ് ഇറ്റ്സ് എ സെറ്റ് ഓഫ് റൂൾ ദാറ്റ് ഡിഫൈൻ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട്സ് റോങ് ഇൻ എ പേഴ്സൺസ് ബിഹേവിയർ. അത് തീരുമാനിക്കുന്നത് എത്തിക്സ് ആണ്. ആൻഡ് ദ ടേം എത്തിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ലാറ്റിൻ വേർഡ് ethos, which means character. And ethics is a social science. Ethics is also called social science because it deals with the concepts such as right and wrong, moral and immoral, bad and good behavior dealing with one another. ഒരു വ്യക്തിയുമായി ഡീൽ ചെയ്യുമ്പോൾ അതിൽ എന്താണ് ഗുഡ് ആൻഡ് ബാഡ്, എന്താണ് മോറൽ ആൻഡ് ഇമ്മോറൽ, റൈറ്റ് ആൻഡ് റോങ് എന്ന് തീരുമാനിക്കുന്നതിലും എത്തിക്സ് ഉണ്ട്. സോ എത്തിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് എന്ന് നമ്മൾ പറയും. ദെൻ നമ്മൾ ഇതിൽ ഇനി നോക്കേണ്ട പാരഗ്രാഫ് ദിസ്. എത്തിക്സ് ആർ ദ സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾ ദാറ്റ് ഗൈഡ് എ പേഴ്സൺസ് ബിഹേവിയർ. ഒരു പേഴ്സൻ്റെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ കൂടിയാണ് എത്തിക്സ്. വി ഓൾറെഡി ടോൾഡ് ദാറ്റ് ethics are a set of rules and which means it's a set of moral principle that guide a person's behavior. ഒരു പേഴ്സൺ എങ്ങനെ ബിഹേവ് ചെയ്യണം, മറ്റൊരു വ്യക്തിയോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ ഹൗ എ പേഴ്സൺ ഷുഡ് ബിഹേവ് എന്നെല്ലാം എത്തിക്സ് ആണ് തീരുമാനിക്കുന്നത്. ആൻഡ് ദീസ് മോറൽ പ്രിൻസിപ്പിൾസ് ആർ ഷേപ്ഡ് ഫ്രം സോഷ്യൽ നോംസ്, കൾച്ചറൽ പ്രാക്ടീസ് ആൻഡ് റിലീജിയസ് ഇൻഫ്ലുവൻസസ്. ഇതിൽ നിന്നെല്ലാമാണ് ഈ മോറൽ പ്രിൻസിപ്പിൾ ഫോം ചെയ്തിരിക്കുന്നത്. എത്തിക്സ് റിഫ്ലക്റ്റ് ഈ എത്തിക്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കുറച്ച് ബിലീഫാണ്. എന്താണ് റൈറ്റ്, റോങ്, എന്താണ് ജസ്റ്റ് ആൻഡ് വാട്ട് ഈസ് അൺജസ്റ്റ്, അതെല്ലാം ഒരു ഹ്യൂമൻ ബിഹേവിയറുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് ബാഡ്, എന്താണ് ഗുഡ്, അതെല്ലാം തീരുമാനിക്കുന്നതും എത്തിക്സ് ആണ്. ദെൻ ദേ സെർവ് as a compass to direct how people should behave toward each other, understand and fulfill their obligation to society and live their lives. Which means ethics act as a compass towards a human's behavior. ഒരു കോമ്പസ് ആയിട്ട്, ഒരു വഴികാട്ടിയായിട്ട് ഈ എത്തിക്സ് ഹെൽപ്പ് ചെയ്യുന്നു ഓരോ ഇൻഡിവിജ്വലിനെയും. ഹൗ ദേ ഷുഡ് ഫുൾഫിൽ ദെയർ ഒബ്ലിഗേഷൻ ടു ദ സൊസൈറ്റി, ടു ദംസെൽസ്. അപ്പോൾ എത്തിക്സ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എ പേഴ്സൺസ് ലൈഫ്. സോ ethics is very important. Ethics means it's a character, it's a person's behavior എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു പാരഗ്രാഫ്, ഈ 2 പാരഗ്രാഫാണ് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ജസ്റ്റ് നമുക്കിത് വായിക്കുമ്പോൾ തന്നെ എത്തിക്സ് എന്താണ്, ഒരു പേഴ്സൻ്റെ ബിഹേവിയറിന് എത്തിക്സ് ഉണ്ടാക്കുന്ന ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ദെൻ ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ടൈപ്സ് ഓഫ് എത്തിക്സ്. ടൈപ്സ് ഓഫ് എത്തിക്സ് മീൻസ് എത്തിക്സ് മേ ബി ഡിവൈഡ് ഇൻ ടു 3 ടൈപ്സ്. എത്തിക്സിനെ നമ്മൾ 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പലതരത്തിലുള്ള എത്തിക്സ് ഉണ്ട്. ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് എത്തിക്സ്. സോ ഇതിന് 3ആയിട്ട് നമ്മൾ തിരിക്കുന്നു. ദാറ്റ് ഈസ് മെറ്റാ എത്തിക്സ്, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് നോർമേറ്റീവ് എത്തിക്സ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അപ്ലൈഡ് എത്തിക്സ്. അപ്പം നമുക്ക് ഓരോന്നും എന്താണെന്ന് ചെക്ക് ചെയ്യാം. മെറ്റാ എത്തിക്സ് ഡീൽ വിത്ത് ദ നേച്ചർ ഓഫ് മോറൽ ജഡ്ജ്മെൻറ്റ്. മോറൽ ജഡ്ജ്മെൻറ്റിൻ്റെ നേച്ചറാണ് മെറ്റാ എത്തിക്സ് ഡീൽ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ലുക്ക് അറ്റ് ദ ഒറിജിൻ ആൻഡ് മീനിങ് ഓഫ് എത്തിക്കൽ പ്രിൻസിപ്പിൾ. നമ്മൾ പറഞ്ഞു എത്തിക്സ് ആർ എ സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾ ആൻഡ് മെറ്റാ എത്തിക്സ് ചെക്സ് ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ദ മീനിങ് ഓഫ് എത്തിക്കൽ പ്രിൻസിപ്പിൾ. അതാണ് മെറ്റാ എത്തിക്സ് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ. നേച്ചർ ഓഫ് മോറൽ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ദ മീനിങ് ഓഫ് എത്തിക്കൽ പ്രിൻസിപ്പിൾ. ബട്ട് ഇൻ കേസ് ഓഫ് നോർമേറ്റീവ് എത്തിക്സ് ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ കണ്ടൻറ് ഓഫ് മോറൽ ജഡ്ജ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മെറ്റാ എത്തിക്സ് ഡീൽ ചെയ്യുന്നത് നേച്ചർ ഓഫ് മോറൽ ജഡ്ജ്മെൻ്റ് ആണെങ്കിൽ ദ നോർമേറ്റീവ് എത്തിക്സ് ഇസ് ഡീൽ വിത്ത് ദ കണ്ടൻറ്. എന്താണ് ഈ മോറൽ ജഡ്ജ്മെൻറ്റിൻ്റെ കണ്ടൻറ് എന്ന്. ആൻഡ് ഓൾസോ ഇറ്റ് ചെക്ക്
criteria for what is right and what is wrong. We already said that person's behavior ethics check ചെയ്യുന്നു what is wrong, what is right, and what is the criteria for deciding what is right and what is wrong. അതാണ് ഈ നോർമേറ്റീവ് എത്തിക്സ് ചെക്ക് ചെയ്യുന്നത്. Okay, that's two type of. And the last one is applied ethics. It deals with controversial topics like war, animal right, and capital punishment. War, animal right, capital punishment കേസസിൽ എന്താണ് റൈറ്റ്, എന്താണ് റോങ്, വാട്ട് ഈസ് ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ്, ഈ ഒരു കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത് അപ്ലൈഡ് എത്തിക്സിലാണ്. അപ്ലൈഡ് എത്തിക്സ് ഡീൽ വിത്ത് 3 ഏരിയ. ദാറ്റ്സ് war, animal right, and capital punishment. സോ ഇതാണ് 3 ടൈപ്സ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. അത് ചെറിയ മാർക്കിനൊരു 2-3 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാം, ഷോർട്ട് നോട്ടിന് ചോദിക്കാം. ഓക്കെ, ദെൻ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇറ്റ് ആക്ട് ആസ് എ കോമ്പസ് ടുവാർഡ്സ് എ പേഴ്സൺസ് ബിഹേവിയർ. വി ഓൾറെഡി സെഡ് ദാറ്റ് എന്താണ് എത്തിക്സ് കൊണ്ടുണ്ടാകുന്ന ഗുണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അത് ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് എത്തിക്സ്, നേച്ചർ ആൻഡ് റെലവൻസ് ടു ദ ബിസിനസ്. നമ്മൾ പറഞ്ഞു ഒരു പേഴ്സൻ്റെ ബിഹേവിയറിന് എത്തിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് ബിസിനസ്, is it necessary for a business to follow ethical business? എത്തിക്കലായിട്ട് ബിസിനസ് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ ഒരു ബിസിനസ്സിൻ്റെ കേസിൽ? നമുക്ക് നോക്കാം. സെവറൽ ഫാക്ടേഴ്സ് പ്ലേ എ റോൾ ഇൻ ദ സക്സസ് ഓഫ് എ കമ്പനി. അതായത് ഒരു കമ്പനിയുടെ സക്സസ്സിന് പലതരത്തിലുള്ള ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യുന്നത്. എപ്പോഴും ഒരു ബിസിനസ് എയിം ചെയ്യുന്നത് ലോങ് ടേം സക്സസ്സിന് വേണ്ടിയാണ്. സോ ബിസിനസ്സിന് 3 കീ ഫാക്ടേഴ്സാണുള്ളത് അതിൻ്റെ long term success, that is organizational culture and management philosophy, ethics. So it has a huge impact on how well a business perform in long term. ഒരു ലോങ് ടേമിൽ ഒരു ബിസിനസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിൽ ഈ 3 കാര്യങ്ങൾ, that is organizational culture, management philosophy, ethics play a very important role. No matter the size, level of profit ഒന്നും ബാധിക്കുന്നില്ല. കാരണം ലെവൽ ഓഫ് പ്രോഫിറ്റബിലിറ്റി എന്താണെങ്കിലും സൈസ് എന്താണെങ്കിലും ഈ 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ ലോങ് ടൈം സക്സസ്സിന് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ബിസിനസ് എത്തിക്സ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലോങ് ടൈം സക്സസ് ഓഫ് എ ബിസിനസ്. കണ്ടോ, ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബിസിനസ്സിൻ്റെ സക്സസ്സിന്. അതാണ് എത്തിക്സ് ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ എന്താണ് ഗുണമെന്ന് നമ്മൾ ചോദിച്ചു. അതിൻ്റെ ആൻസറാണ് നമുക്ക് ഈ ചെറിയൊരു പാരഗ്രാഫിൽ നിന്ന് കിട്ടിയത്. ദെൻ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ്. ഓക്കെ, ബിൽഡിംഗ് ഓൺ എ ഫൗണ്ടേഷൻ ഓഫ് എത്തിക്കൽ ബിഹേവിയർ ഹെൽപ്സ് ടു ക്രിയേറ്റ് ലോങ് ലാസ്റ്റിംഗ് പോസിറ്റീവ് എഫക്റ്റ് ഫോർ എ കമ്പനി. അതായത് എത്തിക്കൽ ബിഹേവിയറിൽ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഒരു ബിസിനസ് പോകുന്നതെങ്കിൽ ഇറ്റ് ക്രിയേറ്റ് എ ലോങ് ലാസ്റ്റിംഗ് പോസിറ്റീവ് എഫക്റ്റ്. ബിസിനസ്സിന് ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാകുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ എബിലിറ്റി ടു അട്രാക്ട് ആൻഡ് റീറ്റെയിൻ ഹൈലി ടാലൻറ്റഡ് ഇൻഡിവിജ്വൽ. എത്തിക്കലായിട്ടാണ് ഒരു ബിസിനസ് പോകുന്നതെങ്കിൽ അത് അവിടെയുള്ള എംപ്ലോയീസിനെയും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും അത് കൂടുതൽ അട്രാക്റ്റ് ചെയ്യും. അവിടെ തന്നെ പിടിച്ച് നിർത്തുന്നതിനും അത് വളരെയധികം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒരു നല്ലൊരു അടിത്തറ ബിൽഡ് ചെയ്യുന്നതിനും എല്ലാം എത്തിക്കലായിട്ടുള്ള ഒരു ബിഹേവിയർ, ഒരു ഓർഗനൈസേഷൻ്റെ ബിഹേവിയർ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് ക്രിയേറ്റ് പോസിറ്റീവ് റെപ്യൂട്ടേഷൻ. ബിസിനസ്സിന് പോസിറ്റീവായിട്ടുള്ള ഒരു റെപ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനും എത്തിക്കൽ ബിഹേവിയർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ദെൻ റണ്ണിങ് എ ബിസിനസ് ഇൻ എത്തിക്കൽ മാനർ, അതായത് ബിസിനസ് നമ്മൾ ഫ്രം ടോപ്പ് ഡൗൺ എത്തിക്കൽ മാനറിലാണ് പോകുന്നതെങ്കിൽ ഒരു സ്ട്രോങ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഫ്രം ദ ടോപ്പ് ടു ബോട്ടം, ടോപ്പ് ലെവൽ മാനേജേഴ്സ് തൊട്ട് ബോട്ടം ലെവൽ മാനേജേഴ്സ് വരെ ഒരു ഗുഡ് റിലേഷൻ, എംപ്ലോയീസുമായിട്ടും എല്ലാം നല്ല റിലേഷൻ കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. അത് ബിസിനസ്സിൻ്റെ സ്റ്റെബിലിറ്റിക്കും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പം എത്തിക്സ് വളരെ വലിയ ബിഗ് റോൾ, ethics play a big role in the success of a company. We have to understand that. Then employees എത്തിക്കലായിട്ട് ബിസിനസ് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ എംപ്ലോയീസ് ഓൾസോ ഫോളോ ദ പാത്ത്. എംപ്ലോയീസും അതേ പാത്ത് തന്നെ ഫോളോ ചെയ്യും. ആൻഡ് ദേ ടേക്ക് ലെസർ ടൈം ടു ടേക്ക് ഡിസിഷൻസ്. അവർ ഡിസിഷൻസ് എടുക്കുന്നതിനുമെല്ലാം വളരെ കുറച്ച് ടൈം ആയിരിക്കും എടുക്കുന്നത്. ആൻഡ് അത് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും എംപ്ലോയീസിൻ്റെ മൊറയിൽ ഇൻക്രീസ് ചെയ്യുന്നതിനും എല്ലാം വളരെയധികം ഹെൽപ്പ് ചെയ്യും.
വളരെയധികം എന്താണ് ഹോണസ്റ്റി ആയിട്ടും ഇൻറ്റഗ്രിറ്റി ആയിട്ടും ഏത് എംപ്ലോയി, ഈച്ച് ആൻഡ് എവറി എംപ്ലോയി ഹു വർക്ക് വിത്ത് ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, ദ ഹോൾ ഓർഗനൈസേഷൻ ബെനിഫിറ്റ്. അതൊരു ഹോൾ ഓർഗനൈസേഷന് വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. സോ എത്തിക്സ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ടു ദ സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇതാണ് ബിസിനസ്സിൽ എത്തിക്സ് അപ്ലൈ ചെയ്താൽ, ബിസിനസ് ആക്ടിവിറ്റീസിൽ എത്തിക്സ് അപ്ലൈ ചെയ്താലുള്ള ഇമ്പോർട്ടൻസ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പോർഷൻ നമ്മൾ നെക്സ്റ്റ് പേജസിൽ കാണുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു പോയിൻ്റാണ്. ബിസിനസ് എത്തിക്സ് ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ, എത്തിക്സ് ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി. ദെൻ നെക്സ്റ്റ് ഈസ് വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് പ്രൊഫഷണൽ അക്കൗണ്ടൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് റീഡ് ചെയ്താൽ മാത്രം മതി. പ്രൊഫഷണൽ അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ എപ്പോഴും ഒരു ഇൻവാല്യൂബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് തന്നെയായിരിക്കും. കാരണം ബിസിനസ്സിൻ്റെ ചലഞ്ചിങ് ആയിട്ടുള്ള പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഓഡിറ്റ് ചെയ്യുന്നതിനും കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിനും കോസ്റ്റ് പരമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിനും നല്ല ഓൾട്ടർനേറ്റീവ് ഡിസിഷൻസ് എടുക്കുന്നതിനും എല്ലാം പ്രൊഫഷണൽ അക്കൗണ്ടൻസിൻ്റെ സ്കില്ലും അവരുടെ ട്രെയിനിങ് ഉള്ള ആ ഒരു സ്കില്ലും എല്ലാം വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഒരു ഓർഗനൈസേഷൻ. സോ ദേ ആർ ദ ഇൻവാല്യുബിൾ അസറ്റ് ടു ദ കമ്പനി. ജസ്റ്റ് അതൊന്ന് റീഡ് ചെയ്താൽ മാത്രം മതി. അടുത്തതും അതുപോലെ തന്നെയാണ് ദ റോൾ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മീൻസ് provide useful information to the managers to take decision making, to make practices and policies. പലതരത്തിലുള്ള ഡിസിഷൻസ് മാനേജേഴ്സിന് എടുക്കുന്നതിന് വേണ്ടി ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ, അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 3 റോൾസ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് പ്രോബ്ലം സോൾവിങ്, സ്കോർ കീപ്പിംഗ് ആൻഡ് അറ്റൻഷൻ ഡയറക്റ്റിംഗ്. ഈ 3 പോയിൻറ്റ്സ് ആണ് അവരുടെ റോൾ എന്നും പറഞ്ഞ് തന്നിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി. ആ ഹെഡിങ് നമ്മൾക്ക് ആ പോയിൻറ്റ്സ് നമ്മളിന്ന് ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് എന്താണ് അതിനകത്ത് എഴുതേണ്ടത് എന്ന് മനസ്സിലാവും. ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വാല്യൂ ചെയിൻ. ഓക്കെ, വാല്യൂ ചെയിൻ ഈസ് എ വിഷ്വലൈസേഷൻ ഓഫ് കംപ്ലീറ്റ് ബിസിനസ് ആസ് എ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. ബിസിനസ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും, കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ഒരു സീക്വൻസ് ഓഫ് ആയിട്ട് നമ്മൾ കാണുന്നതിനെയാണ് ഈ വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്. അത് ബിസിനസ്സിൽ പ്രോഡക്റ്റിൽ ആഡ് ചെയ്യുന്നു, ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റിൽ ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മളൊരു ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ take into consideration the decision needs of the managers. മാനേജേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ they have to provide useful information to the managers. ആൻഡ് നമ്മളൊരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡിസൈൻ ചെയ്യുമ്പോൾ they have to also consider the decision needs of managers. മാനേജേഴ്സ് ഏതൊക്കെ കാര്യങ്ങളിലാണ് അവർ ഡിസിഷൻ എടുക്കേണ്ടത്. ചലഞ്ചിങ് ആയിട്ടുള്ള പല സിറ്റുവേഷൻസും ഉണ്ട്. അതെല്ലാം വളരെ ക്രൂഷ്യലായിട്ട് അവർ ഡിസിഷൻ എടുക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു കാര്യം തെറ്റിയാൽ പോലും ബിസിനസ്സിന് ഹ്യൂജ് ലോസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അതെല്ലാം കൂടെ ചെയ്തിട്ട് വേണം, അതെല്ലാം കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ചലഞ്ചിങ് ആയിട്ടുള്ള മാനേജേഴ്സ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് കസ്റ്റമർ ഫോക്കസ്, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് KSF, that is key success factor, and the next one is continuous improvement, and the last one is value chain and supply chain analysis. എന്താണെന്ന് നമുക്ക് നോക്കാം. കസ്റ്റമർ ഫോക്കസ് എന്ന് പറഞ്ഞാൽ മാനേജേഴ്സിന് എപ്പോഴും കസ്റ്റമേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള, മീൻസ് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിസിഷൻസ് ആയിരിക്കണം എല്ലാ പ്രാവശ്യവും എടുക്കേണ്ടത്. കാരണം ഒരിക്കലും കസ്റ്റമേഴ്സിനെ വെറുപ്പിച്ചുകൊണ്ട് ഡിസിഷൻസ് എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ കസ്റ്റമറിനെ സാറ്റിസ്ഫൈയും ചെയ്യണം, ബിസിനസ്സിന് പ്രോഫിറ്റും ഉണ്ടാകണം. ദറ്റ്സ് എ ഹ്യൂജ് ചാലഞ്ച്. കാരണം കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ദേ ഹാവ് ടു റെഡ്യൂസ് ദ പ്രൈസ് ആൻഡ് ഇൻക്രീസ് ദ ക്വാളിറ്റി. അത് ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസേഷൻ ലോസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ ബിറ്റ്വീൻ ദാറ്റ് ദേ ഹാവ് ടു ടേക്ക് ഡിസിഷൻ. ദാറ്റ് ഈസ് കസ്റ്റമർ ഫോക്കസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കീ സക്സസ് ഫാക്ടേഴ്സ്. കീ സക്സസ് ഫാക്ടർ മീൻസ് ഒരു ഓർഗനൈസേഷന് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ,
ഇക്കണോമിക് വയബിലിറ്റി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ ആയിട്ടുള്ളതല്ല, നോൺ ഫിനാൻഷ്യൽ. നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് കോസ്റ്റ് ആൻഡ് ക്വാളിറ്റി, ടൈം ആൻഡ് ഇന്നോവേഷൻ. ദേ ഹാവ് ടു ഗീവ് മോർ ഇമ്പോർട്ടൻസ്. ദേ ഹാവ് ടു പ്രൊഡ്യൂസ് പ്രോഡക്റ്റ് വിത്തിൻ ലെസ് കോസ്റ്റ്, ലോവർ കോസ്റ്റിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. ആൻഡ് ഓൾസോ വിത്ത് ഹൈ ക്വാളിറ്റി ആൻഡ് വിത്തിൻ എ പ്രിസ്ക്രൈബ്ഡ് ടൈം. ഒരുപാട് ടൈമിൽ നമുക്കൊരു പ്രിസ്ക്രൈബ്ഡ് ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും, ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. ദേ ഹാവ് ടു പ്രൊഡ്യൂസ് ദോസ് ഔട്ട്പുട്ടിന് ലിമിറ്റഡ് ടൈം. അത് കോസ്റ്റ് കുറയ്ക്കുന്നതിനും ക്വാളിറ്റി കൂട്ടുന്നതിനും എഫിഷ്യൻസി കൂട്ടുന്നതിനും എല്ലാം വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ കീ സക്സസ് ഫാക്ടേഴ്സിനും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതാണ് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ചലഞ്ചിങ് ടാസ്ക് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് മീൻസ് വി ആർ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും കേസൺ എന്ന് പറയുന്ന വേർഡ് ഫെമിലിയർ ആയിരിക്കും. മീൻസ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്, വിച്ച് മീൻസ് എപ്പോഴും നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. കസ്റ്റമേഴ്സ് ഈസ് ഓൾവേസ് ലുക്കിംഗ് ഫോർ സം ചേഞ്ചസ്, വെറൈറ്റിയാണ് എപ്പോഴും കസ്റ്റമർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദേ ഈസ് ഓൾവേസ് ദേ ഹാവ് ടു ഇംപ്രൂവ് ദെയർ പ്രോഡക്റ്റ് ഓർ ദെയർ സർവീസ്. ദാറ്റ്സ് ദ നെക്സ്റ്റ് ചലഞ്ച് ദ മാനേജേഴ്സ് ഫേസ്. And the last one is value chain and supply chain, which means management accountant, they have to familiar with the framework ആയിട്ട് അവർക്ക് ഫെമിലിയർ ആയേ പറ്റൂ. and they have to provide information relating to the framework by the strategic planners. അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ള ഇൻഫർമേഷൻസ് സ്ട്രാറ്റജിക് പ്ലാനേഴ്സിനും കൊടുക്കണം. ദീസ് 4 ഇമ്പോർട്ടൻറ്റ് ചലഞ്ചസ് ആണ് മാനേജേഴ്സ് ഫേസ് ചെയ്യുന്നത്. കസ്റ്റമർ ഫോക്കസ്, കീ സക്സസ് ഫാക്ടേഴ്സ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്, വാല്യൂ ചെയിൻ ആൻഡ് സപ്ലൈ ചെയിൻ. ഓക്കെ, ദെൻ പ്രൊഫഷണൽ എത്തിക്സ് ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ICA അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, സോ ജസ്റ്റ് റീഡ് ചെയ്യുക. നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് 7 പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് ലൈഫ്. ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. യു ഹാവ് ടു റൈറ്റ് in the top of the heading that very very important, because മിക്ക എക്സാമിനും ചോദിക്കുന്നതാണ്. ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ, ഏകദേശം ഒരു 7 പോയിൻറ്റ്സ് മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് ആ പോയിൻറ്റ്സ് പഠിച്ചാൽ തന്നെ എന്താണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 7 പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് ലൈഫ് ആരാണ് ഫോളോ ചെയ്യേണ്ടത്? ഹോൾഡേഴ്സ് ഓഫ് പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യുന്നവരാണ് ഇത് ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു എത്തിക്സിനകത്ത് ഇത് പറയേണ്ട കാര്യം എന്താ? കാരണം എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൻ്റെ ബിഹേവിയറാണ്. അപ്പം ഒരു പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യുന്നത്? അതാണ് ഈ 7 പ്രിൻസിപ്പിൾസിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് സെൽഫ്ലെസ്നെസ്. നമുക്ക് ഓരോ പോയിൻറ്റും പറഞ്ഞു പോകാം. സെൽഫ്ലെസ്നെസ് മീൻസ് ഹോൾഡേഴ്സ് ഓഫ് പബ്ലിക് ഓഫീസ് ഷുഡ് ആക്ട് സോൾലി ഇൻ ടേംസ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്, വിച്ച് മീൻസ് പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രമായിരിക്കണം അവർ വർക്ക് ചെയ്യേണ്ടത്. പേഴ്സണൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇൻട്രസ്റ്റിന് വേണ്ടി ഒരിക്കലും വർക്ക് ചെയ്യരുത്. പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി ആയിരിക്കണം ദേ സോൾലി ഹാവ് ടു ഇൻവോൾവ്. ഓക്കെ, അവരതിനു വേണ്ടി മാത്രമായിരിക്കണം വർക്ക് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻറ്റഗ്രിറ്റി. Holders of public office must avoid placing themselves under any obligation to people, which means they should not act or take decisions in order to gain any material benefit or financial gain, which means ഒരിക്കലും അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും എന്ന രീതിയിൽ ഒരു ഡിസിഷൻസും എടുക്കാൻ പാടില്ല. പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ മെറ്റീരിയൽ ബെനിഫിറ്റ് ടു ദംസെൽവ്സ് ഓർ ദെയർ റിലേറ്റീവ്സ് ഓർ ദെയർ ഫാമിലി മെമ്പേഴ്സ്, they do not take any actions to the benefit for them. They have to take decisions for the public. പബ്ലിക്കിന് വേണ്ടി ആയിരിക്കണം എപ്പോഴും ഹോൾഡേഴ്സ് ഓഫ് പബ്ലിക് ഓഫീസ് ഡിസിഷൻ എടുക്കേണ്ടത്. ഓക്കെ, they must declare and resolve any interest and relationships. അതായത് ഒരിക്കലും അവരുടെ സ്വന്തം റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഒരിക്കലും ഡിസിഷൻ എടുക്കാൻ പാടില്ല. ദാറ്റ് ഈസ് ഇൻറ്റഗ്രിറ്റി. ഫസ്റ്റ് പറഞ്ഞത് സെൽഫ്ലെസ്നെസ് മീൻസ് പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുക. ഇൻറ്റഗ്രിറ്റി മീൻസ് പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി ഒരിക്കലും ഒരു ഡിസിഷൻസും എടുക്കരുത്. ദെൻ ഈസ് ഒബ്ജക്റ്റിവിറ്റി മീൻസ് പാർഷ്വാലിറ്റി ഇല്ലാതെ ഡിസിഷൻസ് എടുക്കണം, വിച്ച് മീൻസ് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ഒരു കൂട്ടം ആൾക്കാരുടെ ബെനിഫിറ്റിന് വേണ്ടി ഡിസിഷൻസ് എടുക്കാൻ പാടില്ല. ദ ഹോൾഡർ ഓഫ് പബ്ലിക് ഓഫീസ് ഷുഡ് നോട്ട് ടേക്ക് for the benefit of a particular group of people. They have to take decisions for the interest of whole people,
ദ ഹോൾ പബ്ലിക്, ഫോർ ദ ബെനഫിറ്റ് ഓഫ് ദ ഹോൾ പബ്ലിക്. അങ്ങനെയായിരിക്കണം എപ്പോഴും ഡിസിഷൻസ് എടുക്കുന്നത്. പാർഷ്വാലിറ്റി പാടില്ല. ഇംപാർഷ്യലി, ഫെയർലി ആൻഡ് ഓൺ മെറിറ്റ്, യൂസിങ് ദ ബെസ്റ്റ് എവിഡൻസ് ആൻഡ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല. ദാറ്റ്സ് ഒബ്ജക്റ്റിവിറ്റി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി മീൻസ് എപ്പോഴും ഹോൾഡേഴ്സ് ഓഫ് പബ്ലിക് ഓഫീസ്, അതായത് പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെപ്പോഴും പബ്ലിക്കിൻ്റെ അവരെടുക്കുന്ന ഓരോ ഡിസിഷനും അവർ തന്നെ റെസ്പോൺസിബിൾ ആയിരിക്കും. പബ്ലിക്കിനെ അത് ഏത് രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു എന്നവർ ചെക്ക് ചെയ്യണം. ഹോൾഡേഴ്സ് ഓഫ് പബ്ലിക് ഓഫീസ് ആർ അക്കൗണ്ടബിൾ ടു ദ പബ്ലിക് ഫോർ ദെയർ ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ്. അതായത് അവരെടുക്കുന്ന ഇപ്പം പബ്ലിക്കിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻസ് എടുത്താൽ അത് പബ്ലിക് ഫുൾ അഫക്റ്റ് ചെയ്യുന്നതാണ്. സോ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ ആക്ഷൻസ്. ഓക്കെ, ഒരിക്കലും ഒരു ആക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് കൈ ഒഴിയാൻ പറ്റത്തില്ല. സോ ദേ ആർ റെസ്പോൺസിബിൾ. ദാറ്റ് ഈസ് അക്കൗണ്ടബിലിറ്റി. ദെൻ ഓപ്പൺനെസ്, വിച്ച് മീൻസ് എല്ലാ ഡിസിഷൻസും ഹോൾഡേഴ്സ് ഓഫ് എ പബ്ലിക് ഓഫീസ് should act and take decisions in an open and transparent manner. ഒരു ട്രാൻസ്പെറൻറ്റ് മാനറിലായിരിക്കണം അവരെപ്പോഴും ഡിസിഷൻസ് എടുക്കുന്നത്. മീൻസ് ഒന്നും പബ്ലിക്കിൽ നിന്നും മറച്ചു വെക്കാൻ പാടില്ല. എല്ലാ ഇൻഫർമേഷൻസും പബ്ലിക്കിന് അറിഞ്ഞുകൊണ്ടായിരിക്കണം ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓപ്പൺനെസ്. പബ്ലിക് അറിഞ്ഞിരിക്കണം എന്ത് ഡിസിഷൻസാണ് അവരെ അഫക്റ്റ് ചെയ്യുന്നത്, എന്ത് ഡിസിഷൻസാണ് ഈ ഹോൾഡേഴ്സ് ഓഫ് ലോക്കൽ അതോറിറ്റിയിലുള്ള ആൾക്കാർ എടുത്തിരിക്കുന്നതെന്ന് അവരറിയണം. ഹോൾഡേഴ്സ് ഓഫ് പബ്ലിക് ഓഫീസ് മീൻസ് നമ്മുടെ പബ്ലിക് ഓഫീസ് എന്തൊക്കെയാണ്, നമുക്ക് ലോക്കൽ അതോറിറ്റി ഉണ്ട്, ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്, അവരൊക്കെ പാലിക്കേണ്ട പ്രിൻസിപ്പിൾസാണ് ഈ പറയുന്നത്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഹോണസ്റ്റി. മീൻസ് അവർ സത്യസന്ധമായിട്ടായിരിക്കണം എപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ലീഡർഷിപ്പ്. ഹോൾഡേഴ്സ് ഓഫ് പബ്ലിക് ഓഫീസ് ഷുഡ് എക്സിബിറ്റ് ദീസ് പ്രിൻസിപ്പിൾ ഇൻ ദെയർ ഓൺ ബിഹേവിയർ. അവരുടെ സ്വന്തം ബിഹേവിയറിലും ഈ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾസ് എല്ലാം അവർ പാലിക്കണം. ഓക്കെ, അവർ ഓഫീസിൽ മാത്രം അങ്ങനെ ചെയ്താൽ അപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു വ്യക്തിയായി മാറാൻ പാടില്ല. ദേ ഹാവ് ടു ഇൻക്ലൂഡ് ദീസ് പ്രിൻസിപ്പിൾസ് ഇൻ ദെയർ ഓൺ ബിഹേവിയർ. എന്തെങ്കിലും ഒരു പുവർ ബിഹേവിയർ മീൻസ് എന്തെങ്കിലും എതിരായി ഇതിന് ചെയ്യുകയാണെങ്കിൽ ദേ ഹാവ് ടു ചേഞ്ച് ദാറ്റ്. ദേ ഹാവ് ടു ഫോളോ ദീസ് 7 പ്രിൻസിപ്പിൾ ഫോർ ദ ബെനഫിറ്റ് ഓഫ് പബ്ലിക്. അപ്പം ദീസ് ആർ ദ 7 പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് ലൈഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് എത്തിക്സ് ഇൻ ബിസിനസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബിസിനസ് ആക്ടിവിറ്റീസിൽ എത്തിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ചർച്ച ചെയ്യാം. വളരെ സിമ്പിളായാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.